നെക്സ്റ്റ് ടോപ്പിക്ക് ഫസ്റ്റ് യൂണിറ്റിലെ അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ്. എന്താണ് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ്? ആസ് പെർ സെക്ഷൻ 23, ദ കൺസിഡറേഷൻ or object of an agreement is lawful unless it is forbidden by law or is of such nature that if permitted it would defeat the provision of any law or fraudulent or involve or implies injury to the person or the property of another, or the court regard it is immoral or opposed to the public policy. എളുപ്പമാണ്. എന്താ പറയുന്നത്? അതായത് നമ്മളിപ്പോൾ എഗ്രിമെൻറ്റിൽ വെക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. സിമ്പിൾ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതായത് ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ എഗ്രിമെൻറ്റ് രണ്ട് പേഴ്സൺസ് തമ്മിൽ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ദ ഒബ്ജക്റ്റ് ഷുഡ് ബി ലോഫുൾ. എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമം അംഗീകരിക്കുന്നതാവണം. നിയമത്തിനെതിരെ ആവരുത്. നിയമത്തിനെതിരെ ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു പേഴ്സണിന് വേറൊരു പേഴ്സണിന് ഇഞ്ചുറി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിയമം ആക്സെപ്റ്റ് ചെയ്യാത്ത, അപ്പോൾ ഞാൻ പറയുകയാണ്, എന്താ പറയുക, നിങ്ങൾ എനിക്ക് ഈ കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു 10 lakhs ഗണ്ണ് തരാം, അല്ലെങ്കിൽ വേറെ വല്ല ഇപ്പോൾ മയക്കുമരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ഇത് നിയമം അംഗീകരിക്കുന്നതാണോ? അല്ല. അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ കൊല്ലാം, നിങ്ങൾ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ അയാളെ കൊല്ലാം, അല്ലെങ്കിൽ അയാളെ അപായപ്പെടുത്താം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വല്ല ഇപ്പോൾ ഒരു വീട് കൊള്ളയടിക്കാം. ഇതൊക്കെ ഒരു കൺസിഡറേഷന് വെക്കാൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് ആക്സെപ്റ്റബിൾ ആണോ? അല്ല അല്ലേ? സോ നമ്മളൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ വെക്കുന്ന സമയത്ത്, എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ദ കൺസിഡറേഷൻ ഓർ ദ ഒബ്ജക്റ്റ് ഷുഡ് ബി ലോഫുള്ളായിരിക്കണം. കോടതി അല്ലെങ്കിൽ നിയമം അംഗീകരിക്കുന്നതായിരിക്കണം. അതിനെയാണ് നമ്മൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അൺലോഫുൾ ആവരുത്. അൺലോഫുൾ എന്ന് പറയുന്നതിനകത്ത് ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ ഒരിക്കലും അംഗീകരിക്കാത്തതാവരുത്. ആൻഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ, ഒരു ലോയിനെയും ഡിഫീറ്റ് ചെയ്യുന്നത്, ഒരു ലോ എതിരെ ആവരുത്. അതുപോലെ തന്നെ ഫ്രോഡുലൻറ്റ് പർപ്പസസിനാവരുത്, മറ്റുള്ളവർക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നതാവരുത്, പ്രോപ്പർട്ടി ഇഞ്ചുറി അല്ലെങ്കിൽ ഇമ്മോറൽ ആവരുത്, പബ്ലിക് പോളിസിക്കെതിരെ ആവരുത്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് എന്നുള്ളതിനകത്ത് പറയുന്നത്. എവരി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. എന്താ പറയുന്നത്? അത് ആദ്യമേ പറയുന്നുണ്ട്. നമ്മൾ മൈനറിൻ്റെ കേസിൽ പറഞ്ഞു, ഒരു എഗ്രിമെൻറ്റ് വിത്ത് മൈനർ ഈസ് എന്ന് പറയുന്നത് ലോഫുൾ ആവരുത്. മൈനറുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ എന്താണ് അത് അറ്റ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അറ്റ് അബ് ഇനീഷ്യോ തന്നെ അത് വോയിഡാണ്. തുടക്കത്തിൽ തന്നെ അതെന്താണ്? നിയമത്തിന് എതിരെയാണ്. അതുകൊണ്ട് തന്നെ മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നിങ്ങൾ വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മൈനർ അതിൽ യാതൊരു രീതിയിലും എന്താണ്, മൈനറോ മൈനറുടെ പാരൻസോ മൈനറുടെ റിലേറ്റീവ്സോ ഒന്നും തന്നെ ഇതിന് എന്താണ്, ഈ ഒരു കോൺട്രാക്റ്റുമായിട്ട് അവർക്ക് യാതൊരു രീതിയിലും എന്തുണ്ടായിരിക്കില്ല, ബന്ധമുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്? എവരി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. അൺലോഫുൾ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ വെക്കുകയാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ എന്താണ്? വോയിഡാണ്, വാലിഡ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് എനി പാർട്ട് ഓഫ് ദി സിംഗിൾ കൺസിഡറേഷൻ ഫോർ വൺ ഓർ മോർ ഒബ്ജക്ട്സ് ഓർ എനി വൺ ഓർ മോർ എനി പാർട്ട് ഓഫ് എനി വൺ ഓഫ് സെവറൽ കൺസിഡറേഷൻ ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ഇഫ് എനി പാർട്ട് ഓഫ് എ സിംഗിൾ കൺസിഡറേഷൻ ഫോർ വൺ ഓർ മോർ ഒബ്ജക്ട്സ്, ഇതിൽ നമ്മൾ സിംഗിൾ എഗ്രിമെൻറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സുകൾ കൺസിഡറേഷനായിട്ട് വെക്കുന്ന സമയത്ത് ഓർ എനി വൺ ഓർ എനി പാർട്ട് ഓഫ് എനി വൺ ഓഫ് എ സെവറൽ കൺസിഡറേഷൻ ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ്, ഒരു സിംഗിൾ ഒബ്ജക്റ്റിൻ്റെ പേരിൽ സെവറൽ കൺസിഡറേഷൻ വെക്കുകയാണെങ്കിലും, നോക്കി നോക്ക്, സംഭവം എളുപ്പമാണ്. നിങ്ങൾക്ക് ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് നോക്കുക.
അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഇത് ചെയ്ത് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഇങ്ങനെയാണ്, നിങ്ങളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനൊരു വീടാണ്, ഇപ്പം എൻ്റെ പേരിലുള്ള വീട് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡറേഷൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു എഗ്രിമെൻറ്റിൽ എൻ്റെ വീട് കൺസിഡറേഷൻ വെച്ചു, ഫൈൻ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ എൻ്റെ വീടിൻ്റെ പേരിൽ തന്നെ ഞാൻ നിങ്ങളോടും എ എന്ന പേഴ്സണോടും എഗ്രിമെൻറ്റ് വെക്കുകയാണ്, ബി എന്ന പേഴ്സണിനോടും എഗ്രിമെൻറ്റ് വെക്കുകയാണ്, സി എന്ന പേഴ്സണിനോടും എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ അൺലോഫുൾ അല്ലേ? അത് സിമ്പിൾ ലോജിക്കല്ലേ? അതേപോലെ തന്നെ എയും ബിയും സിയും കൺസിഡറേഷൻ ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, കൺസിഡറേഷൻ വെക്കുകയാണെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിൽ ഒറ്റ എഗ്രിമെൻറ്റേ വെക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ എഗ്രിമെൻറ്റ് വെക്കുന്നത് അൺലോഫുള്ളാണ്. സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇത്രയും ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ ഇത് ലോ പ്രകാരം ചിന്തിക്കാതെ നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നിങ്ങൾ നോക്കി വെക്കുക. ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മ പറയുകയാണ്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഇപ്പോൾ പാരൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താണ്, വീട്ടിലാകെ ഒരു മഞ്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്കേ ഉള്ളൂ. രണ്ട് വ്യക്തികളുണ്ട് പറയാണ്, രണ്ട് വ്യക്തികളോടും പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരു മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന വ്യക്തിയോടും പറഞ്ഞു ഈ ഡയറി മിൽക്ക് തരാം, ബി എന്ന വ്യക്തിയോടും പറഞ്ഞു ഈ ഡയറി മിൽക്ക് തരാം. തെറ്റല്ലേ? കാരണം ഒരു ഡയറി മിൽക്കിൻ്റെ പേരിൽ 2 എഗ്രിമെൻറ്റ് വെക്കാൻ പാടുണ്ടോ? 2 പേരും ഒരു മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡയറി മിൽക്ക് ആർക്ക് തരും? ഓക്കെ, ഒരു ഡയറി മിൽക്ക് തരാമെന്നല്ല എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. 2 ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ 2 എഗ്രിമെൻറ്റ് വെക്കാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത്. എളുപ്പമല്ലേ? ഇനി റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ആൾസോ അതർ തിങ് ഈസ് ഇല്ലീഗൽ. എന്താ പറയുന്നത്? വേർ പേഴ്സൺസ് റെസിപ്രോക്കൽ പ്രോമിസസ് ഫസ്റ്റ് ടു ഡു സർട്ടൻ തിങ് വിച്ച് ആർ ലീഗൽ ആൻഡ് the second under specified circumstances to do certain other thing which are illegal. The first set of promise is a contract but the second is void agreement. അതായത് ഫസ്റ്റ് who is reciprocal promises, തിരിച്ച് ഉള്ള റെസിപ്രോക്കലായിട്ട് ചെയ്യുന്ന പ്രോമിസുകൾ. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രോമിസ് ആൻഡ് അഗ്രിമെൻറ്റ്. റെസിപ്രോക്കൽ പ്രോമിസ് ഇറ്റ് ഈസ് വോയിഡ് ആണ്, ഇല്ലീഗലാണ്. Alternative promise, one branch being illegal. In the case of alternative promise, one branch of which is legal and other is illegal, the legal branch alone can be enforced. അതായത് ഒരു എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് ലീഗലും ഒന്ന് ഇല്ലീഗലും ആവുന്ന സമയത്ത് ദ ലീഗൽ പോർഷൻ ക്യാൻ ബി void or enforced. The following is the list of unlawful consideration or object. ഇനി എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ്? അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റിൽ വരുന്ന ലിസ്റ്റുകളിൽ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ, ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്, ഇറ്റ് ഇൻവോൾവ് ഓർ എംപ്ലോയ് ഇഞ്ചറി ടു ദ അതർ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഒന്നാമത്തെ ഫോർബിഡ് ലോ അംഗീകരിക്കാത്തതാണെങ്കിൽ ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ പ്രൊവിഷൻ ഓഫ് ലോനെ ഡിഫീറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അതിനെതിരെയാണെങ്കിൽ, ഫ്രോഡുലൻ പർപ്പസ്, ചതി, വഞ്ചന അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പറ്റില്ല. ഇറ്റ് ഇൻവോൾവ് ഇംപ്ലൈസ് ഇഞ്ചറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. വേറൊരു വ്യക്തിനെ ഇഞ്ചറി ആക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാംഫുള്ളായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഹാംഫുള്ളാക്കുകയാണെങ്കിൽ അത് നിയമത്തിനെതിരെയാണ്. ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിക്ക് എതിരെയാണ്, അത് ഇമ്മോറലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ആക്സെപ്റ്റബിൾ അല്ല. വോയിഡ് എഗ്രിമെൻസുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വാലിഡ് അല്ലാത്ത വോയിഡ് എഗ്രിമെൻസുകൾ നമ്മൾ ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല. റെസ്ട്രെയിൻസ് ഓഫ് മാരേജ്, അതുപോലെ മാരേജിന് തടസ്സപ്പെടുത്തുന്ന റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, അൺസർട്ടൈൻ മീനിങ്ങിന് ഒരു സെർട്ടൈനിറ്റി അല്ലെങ്കിൽ മീനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ, വാഗറിങ് ഓർ ബെറ്റിംഗ് എഗ്രിമെൻസുകൾ, ബെറ്റി വയ്ക്കുകയാണ്, നീ ഇത് ചെയ്യുക, നീ ആളെ കൊല്ല്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു എന്താ പറയുക സംതിങ്, നമ്മൾ എന്ത് വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാമല്ലോ. ബെറ്റിംഗ് ഒന്നും എന്താണ് ലോഫുൾ അല്ല ആക്ച്വലി. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്.
കണ്ടിജൻറ്റ് ഓൺ ഇമ്പോസിബിൾ ഇവൻറ്റ്സ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സിന് എതിരെയുള്ള കണ്ടിജൻസുകൾ, ഇമ്പോസിബിൾ ആക്ട്സുകൾ, ഇതൊന്നും നിയമത്തിന് ആക്സെപ്റ്റബിൾ അല്ല, നിയമം അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സിൻ്റെ ടൈപ്സ് ആണ് അടുത്ത് പറയുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റുകൾ? വോയിഡ് എഗ്രിമെൻറ്റ്, void contract, voidable contract, illegal or unlawful contract, express contract and implied versus implied contract, contingent contract, quasi contract, executed and executory contract, social contract. These are the types of contract. Types of contract ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായോ? അതായത് ഒന്നാമത്തെ ഒന്നുകൂടി പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിനകത്ത് വോയിഡ് എഗ്രിമെൻറ്റ്, void contract, voidable contract, illegal or unlawful contract, express contract, implied contract, contingent contract, quasi contract, executed and executory contract, social contract. These are the types of contract. Clear? ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് വോയിഡ് എഗ്രിമെൻറ്റ്. എൻ എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻറ്റ്, എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കാൾഡ് വോയിഡ് എഗ്രിമെൻറ്റ്. എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എന്താ പറയുന്നത്? എൻ എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കാൾഡ് വോയിഡ് എഗ്രിമെൻറ്റ്. നിയമം എൻഫോഴ്സ് ചെയ്യാത്ത എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. എൻ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് വേർ ബോത്ത് പാർട്ടീസ് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്റ്റ്. എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് വേർ ദ ബോത്ത് ദ പാർട്ടീസ് അണ്ടർ മിസ്റ്റേക്ക്. അതായത് എഗ്രിമെൻറ്റ് വേറൊരു രീതിയിൽ ഒന്ന് നിയമം എൻഫോഴ്സ് ചെയ്യുന്നില്ല. അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ടുപേരും ചെയ്യുന്നത് മിസ്റ്റേക്കാണ്. ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ടു പേരും ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് എനി പാർട്ട് ഓഫ് ദ സിംഗിൾ കൺസിഡറേഷൻ ഫോർ വൺ ഓർ മോർ ഒബ്ജക്ട്സ് ഓർ എനി പാർട്ട് ഓഫ് എനി വൺ ഓഫ് സെവറൽ കൺസിഡറേഷൻ ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ, ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുക, ഡയറി മിൽക്ക് വെച്ചിട്ടുള്ള ഒരു കൺസിഡറേഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഒന്നിൽ കൂടുതൽ ഒരു എന്താ പറയുക ഒബ്ജക്റ്റിൻ്റെ പേരിൽ ഒന്നിൽ കൂടുതൽ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്തും അതെന്താണ്? വോയിഡാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് ഒന്നിൽ കൂടുതൽ കൺസിഡറേഷൻ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, എവരി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. എഗ്രിമെൻറ്റിൽ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ അൺലോഫുൾ ആണെന്നുണ്ടെങ്കിലും അത് വോയിഡാണ്. ഇപ്പോൾ കള്ളപ്പണം ഒരു 10 ലക്ഷം ഉണ്ട് കയ്യിൽ, നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ 10 ലക്ഷം തരാമെന്ന് പറയുന്നത് ലോഫുള്ളാണോ? അല്ലല്ലോ. അതെ, അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് സബ്ജക്റ്റ് ടു സെർട്ടൻ എക്സ്പെക്റ്റേഷൻ. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു എഗ്രിമെൻറ്റിൽ ഒരു കൺസിഡറേഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ അതും വോയിഡാണ്. എവരി എഗ്രിമെൻറ്റ് ഈസ് റെസ്ട്രെയിൻ ഓഫ് ദ മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ എ മൈനർ ഈസ് വോയിഡ്. മൈനർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റോ ഒരു റെസ്ട്രെയിൻ ഓഫ് മാരേജോ അങ്ങനത്തെ കൺസിഡറേഷൻസ് ഒക്കെ വരുമ്പോഴും അത് വോയിഡാണ്. എവരി എഗ്രിമെൻറ്റ് ബൈ വിച്ച് എനി വൺ ഈസ് റെസ്ട്രെയിൻ ഫ്രം എക്സൈസിങ് എ ലോഫുൾ പ്രൊഫഷൻ, ട്രേഡ് ഓർ ബിസിനസ് ഓഫ് എനി കൈൻഡ് ഈസ് ടു ദാറ്റ് എക്സ്റ്റെൻഡ് വോയിഡ്. ഇനി എവരി എഗ്രിമെൻറ്റ് ബൈ വിച്ച് എനി പാർട്ടി ദർ ഈസ് റെസ്ട്രിക്റ്റഡ് അബ്സല്യൂട്ട്ലി ഫ്രം എൻഫോഴ്സിങ് ഹിസ് റൈറ്റ്സ് അണ്ടർ or in respect of any conduct by the usual legal proceeding in the ordinary tribunals, or which limits the time within which he may thus enforce his right is void to the extent. എന്താ പറയുന്നത്? എവരി എഗ്രിമെൻറ്റ് ബൈ വിച്ച് എനി പാർട്ടി ദർ ഈസ് റെസ്ട്രിക്റ്റഡ് അബ്സല്യൂട്ട്ലി ഫ്രം എൻഫോഴ്സിങ് ഹിസ് റൈറ്റ്സ് അണ്ടർ or in respect of any conduct by his usual legal proceedings in ordinary tribunal, which limit the time within he may thus enforce his rights. അതായത് ഇനി അടുത്ത കേസിൽ എഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൈൻ. അതായത് നമ്മൾ വെക്കുന്ന എഗ്രിമെൻറ്റിൽ മീനിങ് എന്ന് പറയുന്നത് സെർട്ടൈൻ അല്ല. അതായത് ഇപ്പം
അയാൾ പറയുന്നുണ്ട്, ദേ ആർ കൺവേയിങ് സംതിങ് ബട്ട് ദ കോൺസെപ്റ്റ് ഈസ് നോട്ട് ക്ലിയർ, ദ മീനിങ് ഈസ് നോട്ട് ക്ലിയർ. ഇൻ ദാറ്റ് കേസ് എന്താണെന്നാണ് പറയുന്നത്, എഗ്രിമെൻറ്റ് ഈസ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൈൻ ഓർ ക്യാപ്പബിൾ ഓഫ് ബീങ് മെയ്ഡ് സെർട്ടൈൻ ആർ വോയിഡ്. എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേഗർ ഓർ ആർ അവോയ്ഡ് and an agreement to do an act is impossible itself is a void. അതായത് നമ്മൾ ബെറ്റിങ് വയ്ക്കുക, അതുപോലെ തന്നെ ഞാൻ ബെറ്റ് വയ്ക്കുന്നു. അപ്പം ഞാൻ പറയണത് ഇന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ദേ ആർ മേക്കിംഗ് എഗ്രിമെൻറ്റ്. ഓക്കെ, എന്താണ്, ഇപ്പം നീ അവനെ തല്ലി തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് 1 lakh തരാം. ദിസ് ഇസ് മേക്കിംഗ് എൻ എഗ്രിമെൻറ്റ്. അതുപോലെ ഇപ്പോൾ ബെറ്റിങ് വെക്കുക. അതുപോലെ തന്നെ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇമ്പോസിബിളായിട്ടുള്ള ലോകത്ത് ഇപ്പോൾ ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1 lakh തരാം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ആക്ച്വലി, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ഇമ്പോസിബിളായിട്ടുള്ള എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ബെറ്റിങ് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിയമം അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അതാണ് പറയുന്നത്. അതൊരു എഗ്രിമെൻ്റായിട്ട് കൺസിഡർ ചെയ്യൂല. ആൻ എഗ്രിമെൻറ്റ് ടു ഡു ആൻ ആക്ട് ഇമ്പോസിബിൾ ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ വോയിഡ്. ഇമ്പോസിബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ അതെന്താണെന്നാണ് പറയുന്നത്, വോയിഡാണ്. കോൺട്രാക്ട് ടു ഡു ആക്ട് ആഫ്റ്റർവേർഡ്സ് ബിക്കമിങ് ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ. കോൺട്രാക്ട് ടു ഡു ആക്ട് ആഫ്റ്റർവേർഡ്സ് ബിക്കമിങ് ഇമ്പോസിബിൾ. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് വെച്ച് അത് ആഫ്റ്റർവേർഡ്സ് അത് ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതും അൺലോഫുള്ളാണ്. എ കോൺട്രാക്ട് ടു ഡു ആൻ ആക്ട് വിച്ച് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബിക്കം ഇമ്പോസിബിൾ ഓർ by reason of some event which is promiser could not prevent, unlawful become void when the act impossible or unlawful. അതായത് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം അത് അൺലോഫുള്ളാണ്, അല്ലെങ്കിൽ ആ ആക്ട് ഇമ്പോസിബിൾ ആവുന്ന രീതിയിൽ, അങ്ങനത്തെ കേസിലും എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് വോയിഡാണ്. Contingent agreement to do or not do anything if an impossible event happens or void whether the impossibility of the event is known or known to the party to the agreement at the time when it is made. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബോത്ത് ദ പാർട്ടീസ് നോ അത് ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിലും അത് വോയിഡാണ്. വെൻ ആൻ എഗ്രിമെൻറ്റ് ഈസ് ഡിസ്കവേർഡ് ടു ബി വോയിഡ് or when a contract become void, any person who is received any advantage under such an agreement or contract is bound to restore it or to make a compensation for it to the person from whom he received it. എന്താ പറയുന്നത്, ഒരു എഗ്രിമെൻറ്റിൽ അതായത് വോയിഡ് ആവുന്നു, ഒരു എഗ്രിമെൻറ്റ് വോയിഡ് ആവുന്നു എങ്ങനത്തെ കേസിൽ, അതായത് അൺലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് സംതിങ് ദേ ആർ മേക്കിംഗ് റിട്ടേൺ, അങ്ങനത്തെ കേസിലും അത് വോയിഡ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് വോയിഡ് എഗ്രിമെൻറ്റ്. നമ്മളിപ്പം ഡീൽ ചെയ്തത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിലെ ഒന്നാമത്തെയാണ് വോയിഡ് എഗ്രിമെൻറ്റ് എന്താണെന്നുള്ളതാണ്. മനസ്സിലായോ? അടുത്താണ് വോയിഡ് കോൺട്രാക്റ്റ്. എന്താണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് വോയിഡ് കോൺട്രാക്റ്റ്? ദർ ആർ ദ കോൺട്രാക്റ്റ് വാലിഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ബട്ട് സബ്സിക്വൻ്റ്ലി ബിക്കം ദേ ആർ ദ കോൺട്രാക്റ്റ് വാലിഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ബട്ട് സബ്സിക്വൻ്റ്ലി ബിക്കം വോയിഡ് ഡ്യൂ ടു സർട്ടൻ ന്യൂ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് ആവുന്നത് വൈൽ മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ഇറ്റ് ഈസ് വോയിഡ്, ഇറ്റ് ഈസ് വാലിഡ് ആഫ്റ്റർ സം ടൈം or after some making subsequently it become void after some development or making changes. Contingent contract to do or not to do anything if a specified uncertain event happen within a fixed time become void if at the expiration of the time fixed such event has not happened or if before the time fixed such event become impossible. Contingent contract to do or not to do anything. Contingent contract to do or not to do anything if a specified uncertain event happen within a fixed time become void if at the
expiration of time fixed, such event has not happened. If it become time fixed, such event become impossible. ഇനി അടുത്താണ് voidable contract. An agreement enforceable at the opinion of one or more parties thereto, but not at the opinion of the other or others. Example, consent obtained by fraud. Agreement voidable contract എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an agreement enforceable at the opinion of one or more parties thereto, but not at the opinion of the other or others. Okay, if X has obtained the consent of Y by fraud. അതായത് എടാ നോക്ക്, അപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റ് വെക്കുകയാണ്. വി ആർ മേക്കിംഗ് എഗ്രിമെൻറ്റ് വിത്ത് എ ആൻഡ് ബി, മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ്. ബട്ട് ഇവിടെ എ മേക്കിംഗ് എഗ്രിമെൻറ്റ് വിത്ത് ബി ത്രൂ എ ഫ്രോഡ് കൺസെൻറ്റ്. അതായത് ഒരു ഫ്രോഡിലൂടെയാണ് ബീനെ എഗ്രിമെൻറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അവർ പറയുന്നത് ലോഫുൾ പ്രകാരം പറയുകയാണ്, പക്ഷെ അത് ബീനെ നമ്മൾ ചതിച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ എന്താണ്, അതർ പാർട്ടീനെ ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ ദസ് വോയ്ഡബിൾ അറ്റ് ദ ഒപ്പീനിയൻ ഓഫ് വൈ ആൻഡ് നോട്ട് അറ്റ് ദ ഒപ്പീനിയൻ ഓഫ് എക്സ്. അതായത് ടു വൈ ഇറ്റ് ഈസ് ഫ്രോഡ്, ടു എക്സ് ഇറ്റ് ഈസ് നോട്ട് ഫ്രോഡ്. അപ്പം ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് എ വോയ്ഡബിൾ കോൺട്രാക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഒരാളുടെ കേസിൽ അത് വോയ്ഡും മറ്റൊരാളുടെ കേസിൽ അത് ലോഫുള്ളും ആവുന്ന കേസാണ് പറയുന്നത്. മനസ്സിലായോ? അടുത്തതാണ് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ്. അടുത്തൊരു കേസ് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ്. ദർ ആർ ദ കോൺട്രാക്റ്റ് വാലിഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ബട്ട് സബ്സിക്വൻ്റ്ലി ബിക്കം ഇല്ലീഗൽ ഡ്യൂ ടു സർട്ടൻ ന്യൂ ഡെവലപ്മെൻറ്റ് ഓർ ന്യൂ enactment after making the contract. A contract to do an act which after the contract is made become impossible, or by reason of some event which its promiser could not prevent. Unlawful become void when the act become impossible or unlawful. എന്താ പറയുന്നത്? These are contract valid at the time of making but subsequently become illegal due to certain new development or new enactment after making the contract. കോൺട്രാക്റ്റ് അതായത് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ലോഫുള്ളായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, അത് ലോഫുള്ളായിരുന്നു. പക്ഷേ എന്താ പറയുക, സബ്സിക്വൻറ്റ് സം എനാക്ട്മെൻറ്റുകളും ഡെവലപ്മെൻറ്റും വന്നതിന് ശേഷം എന്താണ്, അത് അൺലോഫുള്ളായി കഴിഞ്ഞാൽ the contract to do an act which after the contract is made become impossible or by the reason of some event which its promiser could not prevent. Unlawful become void when the act become impossible or unlawful. ഒരു അൺലോഫുൾ കോൺട്രാക്റ്റ് ആവുന്നത് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാവുന്ന അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അത് അൺലോഫുൾ ആവുന്നു എന്നുള്ളതാണ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് വേഴ്സസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അടുത്തൊരു കേസാണ് എക്സ്പ്രസസ് വേഴ്സസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇൻ സോ ഫാർ ആസ് ദ പ്രൊപ്പോസൽ ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് എനി പ്രോമിസ് ഈസ് മെയ്ഡ് ഇൻ വേർഡ്സ് ദ കോൺട്രാക്റ്റ് ഈസ് സെറ്റ് ടു ബി എക്സ്പ്രസ്. അതായത് വി ആർ മേക്കിംഗ് എ കോൺട്രാക്റ്റ് വിത്ത് വേർഡ്സ്, ബൈ വേർഡ്സ് വി ആർ മേക്കിംഗ് കോൺട്രാക്റ്റ്. അതായത് ഞാനും വേറൊരു എയും ബിയും തമ്മിൽ മേക്കിംഗ് കോൺട്രാക്റ്റ് വിത്ത് ബൈ വേർഡ്സ്, ത്രൂ വേർഡ്സ്, ഇറ്റ് ഈസ് express contract. In so far as such proposal and acceptance made otherwise than in words in the contract is said to be implied. Implied contract ആവുന്ന they are making agreement with in a written form or in any other recording form or in a video form or anyways. Okay, but in that case it is considered to be as a implied contract, is it? So in the case of the express contract, making contract in through a words, it is considered to be as a express contract. But instead of this, they are using words, they are making contact with the by through any written agreement or through a video or through an audio form or anything. We can be considered as an implied contract. Another case is a contingent contract. I think it's very clear the concept express contract and implied contract, and it is very important. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് മേ ബി ചോദിക്കും വാട്ട് ഈസ് എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. നെക്സ്റ്റ് ഈസ് contingent contract. Another concept is contingent contract.
A contract may be absolutely or unconditional or conditional or contingent. As per section 31, contingent contract is a contract to do or not to do something if some event collateral to such a contract does not happen. അതായത് അബ്സല്യൂട്ട് ഓർ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഓർ കണ്ടീഷണൽ ഓർ കണ്ടിജൻറ്റ്, അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള കേസസുകൾ വെച്ചിട്ട് അത് നടക്കുമോ, നടക്കാതിരിക്കാം, അങ്ങനത്തെ കേസസുകളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഗ്രിമെൻറ്റ്സ് വെക്കുന്നതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റുകൾ. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡിമിനിറ്റി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആർ ആൾ കണ്ടിജൻറ്റ് കോൺട്രാക്ട്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് to do or not to do anything in an uncertain future event happens cannot be enforced by law unless there is until that event has happened. അത് നടന്നാലും നടന്നില്ലെങ്കിലും കണ്ടിജൻറ്റ് ഇവൻസിൻ്റെ പേരിൽ നമ്മൾ കോൺട്രാക്റ്റ് വെക്കുന്നത് എന്താണ്, അൺലോഫുള്ളാണ്, നിയമം അത് അംഗീകരിക്കുന്നില്ല. ഇഫ് ദ ഇവൻറ്റ് ബിക്കം ഇമ്പോസിബിൾ സച്ച് കോൺട്രാക്റ്റ് ബിക്കം void. Contingent agreement to do or not to do anything if an impossible event happens are void whether the impossibility of the event is known or not to the parties to agreement at the time of when it is made. Contingent contract to do or not to do anything if a specified uncertain event happens within a fixed time become void if at the expiration of the time fixed such event has not happened or if before the time fixed such event become impossible. When contract may be enforced which are contingent on specified event not happening within a fixed time, contingent contract to do or not to do anything if as feed uncertain event does not happen within a fixed time may be enforced by law when the time fixed has expired and such event has not happened or before the time fixed has expired if it becomes certain that such event will not happen. Okay, that's a simple example ആണ്. You just consider this on only. In the case of contingent contract, we are making contract is on the basis of contingent events. It's maybe an insurance contract, a contract of indemnity, contract of guarantee are all considered to be as a contingent event. Okay, I think it's very clear. Contingent basil contingency events in the basil we are making contract is not it is unlawful. Okay. Next is quasi contract. Another concept is a quasi contract. I think in the case, yes, of course, quasi contract. What is quasi contract? Quasi contract എന്താ പറയുന്നത്? Law creates a contractual relation between two parties who never had any intention of entering into a contract with each other. Such a contract are known as quasi contract. Law create a contractual relation between two parties. Law പ്രകാരം they are making contract. അല്ലെ, ഐ എം സോറി, ലോ പ്രകാരം അവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അവർക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്ന് എന്താ പറയുക ആഗ്രഹമൊന്നുമില്ല. Claim for necessary supplied to a person incapable of contracting or on his account. If a person incapable of entering into a contract or anyone whom he is legally bound to support is supplied by another person with the necessary suited to his condition in life, the person who has furnished such supplies is entitled to be reimbursed from the party of such incapable person or reimbursement of a person paying money due to by another in payment of which he is interested. ഇതിൽ ഇത്ര പറയുന്നുള്ളൂ. കോസി കോൺട്രാക്റ്റിൽ പ്രകാരം അവർ രണ്ടുപേരും ആക്ച്വലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്താണ്, എന്തോ ഒരു ഇത് കാരണം അവർ രണ്ടുപേരും എന്തോ സംതിങ് ഒരു കോൺട്രാക്റ്റ് പ്രകാരം അല്ലെങ്കിൽ എന്തോ ഒരു ആക്ടിവിറ്റി കാരണം അവർ തമ്മിൽ എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അവർ രണ്ടുപേരും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്ന് വിചാരിച്ചതല്ല, അതാണ് പറയുന്നത്. ഓക്കെ, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ പേയിങ് മണി ഡ്യൂ ടു ബൈ അനദർ ഇൻ പേയ്മെൻറ്റ് ഓഫ് സച്ച് ഹീ ഈസ് ഇൻട്രസ്റ്റഡ്. എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് bound by
allowed to pay, and who therefore pay is entitled to be reimbursed by the other. Obligation of a person enjoying benefit of gratuitous act, where a person lawful does anything for another person or deliver anything to him not intending to do so gratuitously, and such another person enjoy the benefit thereto, the latter is bound to make a compensation to the former in respect of, or to restore the thing so done or delivered, and the responsibility of finder of goods, a person who find good belonging to another and take them into his custody is subject to the same responsibility as a bailee. Liability of the person to whom money is paid or thing delivered by mistake or under coercion, and a person to whom the money has been paid or anything delivered by mistake or under coercion must repay it or return it. ഇതിൽ ഒരു കേസ് ദാമോദർ മുരളീധർ വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അവർ തമ്മിലുള്ളൊരു കേസിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ കേസസ് പഠിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ദിസ് ഓർ ഓൾ, സോ യു ജസ്റ്റ് go through it. Okay, I think just to consider or just to understand the concept that Damodar Muralidhar versus Secretary of State of India എന്നുള്ള ഒരു നെയിം മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വൈൽ റൈറ്റിംഗ് ദ എക്സാം യു ജസ്റ്റ് കൺസിഡർ ജസ്റ്റ് കോട്ട് ദ എക്സാമ്പിൾ ലൈക്ക്. ഓക്കെ, അടുത്താണ് എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അനദർ കോൺസെപ്റ്റ് ഈസ് executed and executory contract. A contract in which both the party have performed their part is called an executed contract. Contract in which either or both the party have not performed their part is called an executory contract. Contract in which both the party have performed their part is called an executed contract. A contract in which either or both the party have not performed their part is called executory contract. Here there are two types of contract, that is executed and executory contract. While making an agreement, both the parties is make their own part is very clear. അതായത് രണ്ട് പാർട്ടീസും അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് അവരുടെ ഭാഗം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ചെയ്തു എങ്കിൽ that is simply refers to as an executed. They are executed their performance, they are executed their job, they done their job already. In that case we can be considered as an executed contract. But in the case of executory contract, in case of executory contract, that does not, they making agreement പക്ഷേ രണ്ട് പേരും അവരുടെ ഭാഗം ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ they didn't done their work. Okay, that simply refers to as executory contract. The difference is very simple. In case of executory contract, they already done, both the parties is already done their work. But in executory contract, they make an agreement, but that didn't make their job perfectly. In case of a social contract, the casual contract between the member of the family or between friends and acquaintances which are of a social nature, where both or either of the party have no intention to form a legal relation, are called a social contract. By family അല്ലെങ്കിൽ or between friends അത് തമ്മിൽ, ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ തമ്മിൽ ജസ്റ്റ് ഒരു സോഷ്യൽ ബേസിസിൽ മേക്കിംഗ് കോൺടാക്ട് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു എസ് എ സോഷ്യൽ കോൺടാക്ട്. ഓക്കെ, so on the basis of a social legal relationship, form a legal relationship, okay, because of the social relation. Okay, that simply refers to as a social contract. I think it's very clear the concept types of contract. I think it's maybe asked for the essay question, what are the types of contract, or ഇതിന്ന് കോസി കോൺടാക്റ്റ് എന്താ, വോയിഡ് അൺവോയിഡബിൾ, ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എനിവേസ് ടൈപ്സ് ഓഫ് കോൺടാക്ട് ഷുഡ് ബി ക്ലാസിഫൈഡ് ഇൻ ടു 9: void agreement, void contract, voidable contract, illegal or unlawful contract, express contract versus implied contract, contingent contract, cozy contract, executed and executory contract, and finally is a social contract. These are the types of contract. I think it's very clear the concept
ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. അനദർ ടോപ്പിക്. ഇത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്. ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റിൻ്റെ ഡിസ്ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഡിസ്ചാർജ്, പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഫൈനലി ബ്രീച്ച് ഓഫ് എ കോൺട്രാക്റ്റ് ഇസ് കുറച്ച് വലിയ ചാപ്റ്ററാണ് കേട്ടോ. ഈ 3 ടോപ്പിക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ ഒരു ഫൈനലാവും. ഇത്രയേ ഉള്ളൂ. സോ topic is discharge of a contract.